ഹലോ ഗായ്സ്, ഞങ്ങൾ ഇന്ന് മണ്ണാറശാല അമ്പലത്തിൽ പോവുകയാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ഞങ്ങൾ ഓർത്തു എന്തായാലും ഇന്ന് നമുക്കൊരു അമ്പലത്തിൽ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് മണ്ണാറശാല അമ്പലത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ രാവിലെ അമ്പലത്തിലേക്ക് പോകുന്ന യാത്രയൊക്കെ തുടർന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ പോവുകയാണ്. ഹസ്ബൻഡാണ് വണ്ടി ഓടിക്കുന്നത്. രാവിലെ തന്നെ പോവുകയായതുകൊണ്ട് രാവിലെ വലിയ തിരക്കൊന്നും റോഡിലുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഞായറാഴ്ച ദിവസമല്ലേ, എല്ലാവരും പള്ളിയിലും അമ്പലത്തിലും ഒക്കെ പോകുന്നതായതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് കുറച്ച് തിരക്കുകൾ വന്നു. എന്തായാലും രാവിലെ തന്നെ പോകണമെന്ന് ആഗ്രഹിച്ച് റെഡിയായി വന്നപ്പോൾ തന്നെ 8 മണിയായി. 8 മണിയായപ്പോൾ ഞങ്ങൾ ഇറങ്ങി. പിന്നെ മഴയില്ലായിരുന്നു, നല്ല കാലാവസ്ഥയായിരുന്നു, കുറച്ച് വെയിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോകാനിറങ്ങി. അപ്പോൾ മുന്നോട്ട് ഞങ്ങൾ യാത്ര തുടർന്നു. 2 സൈഡും കണ്ടു, പാടവും ഒക്കെ ആയിരുന്നു. അപ്പോൾ പാടവരമ്പത്തൂടെയായിരുന്നു ഞങ്ങൾ പോയത്. 2 സൈഡും കണ്ടവും വീടുകളും ഒക്കെയുള്ള ഒരു കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചത്. ആലപ്പുഴ ജില്ല ആയതുകൊണ്ട് തന്നെ 2 സൈഡും പാടങ്ങളായിരുന്നു. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ യാത്ര തുടർന്നു. പാടങ്ങളാണ് കൂടുതലും വീഡിയോയിൽ കിട്ടിയിരിക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കാൻ പാടങ്ങളേ ഉള്ളായിരുന്നു. പിന്നെ കൊച്ചു കൊച്ചു വീടുകളും ഒക്കെ ഉണ്ടായിരുന്നു. കൂടുതലും അങ്ങോട്ട് പോകുന്ന വഴിക്ക് കൂടുതലും കാണാനുള്ളത് പാടമൊക്കെ ആയിരുന്നു. അപ്പോൾ പാടത്ത് കുറേ ആമ്പൽ നിൽക്കുന്ന പാടം കണ്ടു. താറാവുകൾ കിടന്ന് നീന്തി കളിക്കുന്ന പാടങ്ങൾ കണ്ടു. പിന്നെ ഇപ്പോൾ കാലാവസ്ഥ മഴയൊക്കെ അല്ലേ, അതുകൊണ്ട് തന്നെ എല്ലാ പാടത്തും നിറയെ വെള്ളമായിരുന്നു. വെള്ളമൊക്കെ ആയതുകൊണ്ട് തന്നെ ആയിരിക്കും ഇപ്പം നെല്ലുകളൊന്നും കാണാനില്ലായിരുന്നു. കണ്ടം നിറച്ച് വെള്ളമായിരുന്നു. എല്ലാ കണ്ടത്തിലും ഞങ്ങൾ കാണുന്ന കണ്ടത്തും പാടത്തും ഒക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ ചുറ്റിനും വീടുകളും ഒക്കെ ഉള്ളത് ഉണ്ടായിരുന്നു. 2 സൈഡും വീടുകളും പിന്നെ അതിനപ്പുറത്ത് പാടവും ഉള്ളതും ഒക്കെ ഉണ്ടായിരുന്നു. കൂടുതലും പാടങ്ങളാണ് ഞങ്ങൾ കണ്ടിരുന്നത്. അപ്പോൾ പിന്നീട് കുറച്ചങ്ങോട്ട് പോയപ്പോൾ പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും നല്ലൊരു കുറച്ച് തിരക്ക് കൂടി. ഇത് കണ്ടില്ലേ, നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല തിരക്ക് അങ്ങോട്ട് പോകുന്ന വഴിക്കുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കൂടുതലും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് കണ്ടില്ലേ, പാടങ്ങളാണ്. പാടത്തൊക്കെ മഴ ആയതുകൊണ്ട് തന്നെ ആയിരിക്കും നല്ല വെള്ളം ഉണ്ടായിരുന്നു, നല്ലപോലെ വെള്ളം ഉണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത്രയും വീതിയിൽ ഇങ്ങനെ വെള്ളം നിറഞ്ഞു കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ യാത്ര അങ്ങോട്ട് തുടർന്നു. കൂടുതലും കണ്ടങ്ങളാണ് കാണാനുള്ളത്. കണ്ടില്ലേ, അപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന പാടത്ത് കണ്ടില്ലേ ആമ്പലുണ്ട്, ആമ്പൽ. അപ്പോൾ ഞങ്ങൾ ആമ്പൽ കണ്ടു. കുറേ ആമ്പലുണ്ടായിരുന്നു ആ പാടത്ത്. പിന്നീട് ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന മിക്ക കണ്ടങ്ങളിലും ഉണ്ടായിരുന്നു ആമ്പലുണ്ടായിരുന്നു. താമരയൊന്നും കണ്ടില്ല, ആമ്പലായിരുന്നു കൂടുതലും കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞായറാഴ്ച ബീഫ് കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഞായറാഴ്ച ഹോളിഡേ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ കാണും. വിരുന്നുകാരൊക്കെ വരുന്ന സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ ബീഫ് കച്ചവടക്കാർ റോഡിലുണ്ടായിരുന്നു. അല്ലാതെ എല്ലാ ദിവസവും ഉണ്ട് കച്ചവടക്കാരൊക്കെ ഇപ്പോൾ. അങ്ങനെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കും റോഡിലുണ്ടായി. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കുഴപ്പമില്ലായിരുന്നു. പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ റോഡിൽ തിരക്കുകൾ കൂടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞായറാഴ്ച ദിവസമാണല്ലോ എല്ലാവരും അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോകുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ മുന്നോട്ട് പോയി. പ്രത്യേകിച്ച് കാണാൻ എന്താണ്, ഈ പാടങ്ങൾ തന്നെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. 2 സൈഡും പാടം, വെള്ളം നിറഞ്ഞു കിടക്കുന്ന പാടം, അതൊക്കെ ഉള്ളായിരുന്നത്. കണ്ടങ്ങളും പാടങ്ങളും ഒക്കെ വെള്ളം നിറഞ്ഞു കിടക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട് വെള്ളമല്ല, എന്നാലും മഴ പെയ്തതിൻ്റെ ആയിട്ടുള്ള വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ എന്താണ് പ്രത്യേകിച്ച് പറയാനെന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ ഉള്ളൂ. പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് നമ്മൾ ഈ പോകുന്ന യാത്രയിലൊന്നും കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ ഇതാണ് ഹരിപ്പാടമ്പലമാണ്. നമ്മൾ ഹരിപ്പാടമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങളിപ്പോൾ ഹരിപ്പാടമ്പലത്തിൽ കയറത്തില്ല. ഇതുവഴി പോയിട്ട് ഞങ്ങൾ മണ്ണാറശാല അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഞങ്ങൾ സാധാരണ എപ്പോഴും ഹരിപ്പാടമ്പലത്തിൽ കയറുന്നത്. ആ ഹരിപ്പാടമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഓം ഹരേ ഹര രാമ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഹരിപ്പാടമ്പലം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും മണ്ണാറശാലയിട്ട് യാത്ര തുടർന്നു. അങ്ങനെ മണ്ണാറശാലയിട്ട് വീണ്ടും യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് കുറച്ചും കൂടെ പോയാൽ മതി മണ്ണാറശാലയിലോട്ട്. അങ്ങനെ ഞങ്ങൾ മണ്ണാറശാല എത്തി.
ശരിയായിട്ട് ചുറ്റും കടകളാണ്. കല്യാണി കണ്ണുകളെല്ലാം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു അനിയൻ കുഞ്ഞുള്ളതുകൊണ്ട് ഇപ്പൊ അവൾക്ക് കളിപ്പാട്ടമൊന്നും വേണ്ട, അവളുടെ അനിയൻ കുഞ്ഞിന് കളിപ്പാട്ടം വാങ്ങിക്കണം എന്നുള്ള നിർബന്ധത്തിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനൊക്കെ കണ്ട് ബുക്കൊക്കെ ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങള്